വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് ചെയ്യാൻ പോണത് വെണ്ടയ്ക്ക മോരുകറി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ വെണ്ടക്കായ 2 കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് നീളത്തിൽ. പിന്നെ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്. അതിൽ 1.5 സ്പൂൺ വെളിച്ചെണ്ണ വീത്തിൻ്റെ. അതിൽ ഞാൻ ഈ വെണ്ടക്കായ വാട്ടാൻ പോവാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. 1/4 സ്പൂണിൻ്റെ പകുതി. പിന്നെ കുറച്ച് ഉപ്പിടാം. നന്നായിട്ട് വാടണം. നമ്മൾ ചെയ്യേണ്ടത് ഒരു അരമുറിയുടെ പകുതി നാളികേരം എടുത്തിട്ടുണ്ട്. അത് പിന്നെ ഒരു 3 പച്ചമുളകും ഒരു 6 പോറ്റ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി കൂട്ടിയിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ച് ഞാൻ കൊണ്ടുവരാം. നമ്മൾ വെച്ച വെണ്ടക്കായ നന്നായിട്ട് വാടി അത് ഞാൻ ഒരു പാത്രത്തിലിട്ടെ. നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ കുറച്ച് ആ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് കടുകിടാം. പിന്നെ അതിൽ ചെറിയ ഉള്ളി ഒരു 5 പോറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി ഇടാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 3 വറ്റൽമുളക് പകുതിയായിട്ടിടാം. വേപ്പില്ല. പിന്നെ 1/2 സ്പൂൺ കായത്തിൻ്റെ പൊടി. ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് വെണ്ടക്കായ എല്ലാം എടുത്തിട്ടുള്ളൂ. പിന്നെ ഉലുവയുടെ പൊടി ഒരു 1/2 സ്പൂൺ. എല്ലാം കൂടി ഒന്ന് മൊരിയട്ടെ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്ന നാളികേരം ഇതിലിടാം. ഇപ്പോൾ ചെറിയ ജീരകം ചിലവർക്ക് ഇഷ്ടമാണെങ്കിൽ ഇടാണ്ട. ഞാൻ ഇതിലിട്ടിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ജീരകം ഇട്ടോ. ഈ തേങ്ങ അരയ്ക്കുമ്പോൾ ജീരകം ചിലവർക്ക് ഇഷ്ടപ്പെടും. ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ നമ്മൾ വാട്ടി വെച്ച വെണ്ടക്കായ ഇതിലിടാം. സ്റ്റവ് വളരെ ഫ്ലെയിം കുറവ് ഇടാട്ടാ. അവസാനം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അതിൽ വീത്താം. നന്നായി ഉടയ്ക്കണ്ട, ഉടച്ച് വീത്തണം. സ്റ്റവ് ഓഫാക്കാം. നമ്മുടെ വെണ്ടക്കായ മോരുകറി തയ്യാറായി. നമ്മുടെ വെണ്ടക്ക വെച്ചിട്ടുള്ള മോരുകറി തയ്യാറായി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. അതുപോലെ ബെല്ലൈക്കണും ഓളും പ്രസ് ചെയ്തോളൂ. എന്നാലേ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.